നമസ്കാരം. ഇമ്മിണി വല്യൊന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ ത്രൂ എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ 8/15 + 2/15. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കാൻ കാര്യം, കഴിഞ്ഞ എപ്പിസോഡിൽ ഫ്രാക്ഷൻസിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദി ഫസ്റ്റ് എക്സാമ്പിൾ 8/15 + 2/15. ഈ രണ്ട് ഫ്രാക്ഷൻസും ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ ഈസിയാണിത്. രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സമ്മിൻ്റെ ഡിനോമിനേറ്ററും അത് തന്നെയായിരിക്കും കോമൺ ഡിനോമിനേറ്റർ. So we have to add only the numerators. അതായത് 8 + 2 is 10. 10/15 is the sum. ഇതാണ് ആൻസർ. If the two fractions are like fractions, find the sum of the numerators and write the common denominator. Okay, but the problem is this is not in its lowest form, so we have to divide both by their HCF. So we will get 2/3 as the sum in its simplest form. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് ആൻസർ ഫ്രാക്ഷനിൽ കിട്ടിയാലും അത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയാൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ 4th-ലും 5th-ലും ഒക്കെ ടീച്ചേഴ്സ് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാറില്ലെങ്കിലും നമ്മൾ കുട്ടികൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാലേ അതിൻ്റെ ഫുൾ മാർക്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ബേസിക് പഠിക്കുന്ന സമയത്ത് തന്നെ ആൻസറും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയാൽ നന്നായിരിക്കും. ആൻഡ് ദി സെക്കൻഡ് 2/3 + 1/7. ഇവിടെ 3ഉം 7ഉം രണ്ടും ഡിഫറെൻ്റ് ആണ്. So these two fractions are known as unlike fractions. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ സം കാണണമെങ്കിൽ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണണം. ആൻഡ് LCM of 3 and 7 is 21 because 3 and 7 are co-prime numbers. അപ്പോൾ രണ്ട് co-prime നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റാണ്. അത് ഞാൻ LCM പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LCM of 3 and 7 is 21. Then 21 divided by 3 is 7. 7 into 2. ഇതാണ് ന്യൂമറേറ്ററിൽ വരിക. Then 21 divided by 7 is 3. 3 into 1. So this is 7 into 2 is 14 plus 3 into 1 is 3 by 21 is equal to 17/21, which is in its lowest form. പക്ഷേ ഈ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ഫസ്റ്റ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെയല്ല സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാറ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് LCM of 3 and 7 21. പിന്നെ 2/3 will make an equivalent fraction with 21 as the denominator. 2/3യുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതും 21 ഡിനോമിനേറ്റർ വരുന്ന വിധത്തിൽ. Then we know that 3 into 7 is 21. Then 2 also should be multiplied by 7. 2 7s are 14. കിട്ടി. ഇനി അടുത്ത ഫ്രാക്ഷൻ 1/7 is equal to dash by 21. We know that 7 into 3 is 21. Then 1 into 3 is 3. And these two are like fractions now. So 2/3 plus 1/7 we can write its equivalent fractions with 21 as denominator as 14/21 plus 3/21, which is equal to 14 plus 3/21 is equal to 17/21. This is the sum, but it takes time. കുറച്ച് സമയം എടുക്കും. സോ ഈ മെത്തേഡാണ് നമ്മൾ ഇനി ഫോളോ ചെയ്യേണ്ടത്. ഇനി പിന്നെ കാര്യം മാത്സിൽ ആക്യുറസി മാത്രമല്ല, സ്പീഡ് ഓൾസോ ഇസ് എ ഫാക്ടർ. ബോത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി അത് വേണം കുട്ടിക്ക്, രണ്ടും വേണം. സ്പീഡും വേണം, ആക്യുറസിയും വേണം. സോ ദിസ് ഇസ് ദ സം ഓഫ് ദീസ് ടു അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് തേർഡ് എക്സാമ്പിളിലേക്ക് പോവാം. Question number 3. Example 3 is
3 by 10 plus 7 by 15, and LCM of these two are also unlike fractions. LCM of 10 and 15 is, അറിയോ? നോക്കാതെ കണ്ടുപിടിക്കാതെ പറയാൻ പറ്റുമോ? And here 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 15 cannot be divided by 2 exactly. Then next prime factor is 3, 5, 5. Next is 5, 1, 1. So LCM is equal to 2 into 3 into 5 is 30. Then what to do is write this LCM as the common denominator. Then divide this LCM by the first denominator. 30 divided by 10 is 3, 3 into 3. Plus 30 divided by 15 is 2, 2 into 7. So 3 into 3 9 plus 2 into 7 14 by 30 is equal to 23 by 30, which is in its lowest form. 23 and 30 are coprime numbers. And the fourth one is the sum of two mixed fractions. 4 2 by 3 and 3 by 1 by 4 are mixed fractions. First of all, എന്ത് mixed fractions in the operation നമുക്ക് ചെയ്യണമെങ്കിലും first we have to convert them into improper. So 4 2 by 3 is 3 4s are 12 plus 2 is 14. 14 by 3 plus 4 3s are 12 plus 1 is 13 by 4. And here to find the LCM of 3 and 4 it is easy since 3 and 4 are coprime numbers. So LCM is their product. 3 4s are 12. Then 12 divided by 3 is 4. 4 into 40. Plus 12 divided by 4 is 3. 3 into 13. And the answer is 4 into 14 is 56 plus 39 by 12, which is equal to 95 by 12. This is the sum of these two fractions, but the question is in mixed form, so the answer also we have to write in mixed form. Then we have to divide 95 divided by 12. 7 12s are 84, then 11. The answer is 7, 11 by 12. These two are in mixed, so the answer also should be in mixed form. And the fifth question. Okay, fifth question we'll do 2 plus how to add a whole number and a proper fraction. 2 4 by 4 you can write it as 2 4 by 5. 2 plus 4 by 5 is 2 4 by 5. Or we can write this as 2 by 1 plus 4 by 5. LCM is 5. LCM of 1 and any number is the greater number always. So LCM of 1 and 5 is 5. Then 5 divided by 1 is 5. 5 into 2. Plus 5 divided by 5 is 1. 1 into 4. So this is 10 plus 4 by 5 is 14 by 5 is equal to 2 4 by 5. We got it. But this is the easiest way. A whole number plus a proper fraction. We can write it easily, and this is the step of finding the answer. Okay. Then next, these are about the addition of fractions. Next we will discuss how to subtract two fractions. First we will discuss how to subtract two like fractions, then unlike fractions. Okay. Subtraction. Example 1. Subtraction. Subtraction of fractions. First example, 7 by 9 minus 2 by 9. Two like fractions, we have to write the common denominator. Then do the operation with only the numerator. 7 minus 2 is 5. The answer is 5 by 9. Very easy to subtract or add like fractions. Then second example is 5 by 6
minus 1 by 3. And we have seen that if these two are unlike, no doubt, and if one number is a multiple of the other number, the greater number will be the LCM. അതുകൊണ്ട് ഇവിടെ 6 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്, പിന്നെ 6 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. എനി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്. സോ ദി LCM of 6 and 3 is 6. Then 6 divided by 6 is 1. 1 into the numerator, 1 into 5, minus 6 divided by 3 is 2. 2 into 1. And we'll get 1 into 5 is 5, minus 2 into 1 is 2 by 6. 5 minus 2 is 3. 3 by 6 is the difference of these two unlike fractions, but this is not in its lowest form. Then how to write this in its lowest form? We have to divide both by their HCF 3. So we'll get it as 1 by 2. 1 by 2 is the difference of these two unlike fractions in its lowest or simplest form. And the next example is the difference of two mixed fractions, 8 1 by 4 minus 2 5 by 6. First of all, what to do? We have to convert both into improper. Then 4 8s are 32 plus 1 is 33. 33 by 4 minus 2 6 are 12 plus 5 is 17 by 6. And what about the LCM of 4 and 6? Do you want to find it, or can you write without doing? 4 and 6. 2, 2, 3, again 2, 1, 3, then 3, 1, 1. So the LCM is 2 into 2 into 3. It is 12. 12 is the LCM of 4 and 6. Then what to do? 12 divided by 4 is 3. 3 into 33. Minus 12 divided by 6 is 2. 2 into 17. Which is equal to 3 into 33 is 99. Minus 2 into 17 is 34 by 12. What is 99 minus 34? It is 65. 65 by 12 is equal to, we have to write this in, this is the difference we got, but the question is in mixed form, so we have to convert this also into mixed. 65 divided by 12. 5 12s are 60. 5 is the remainder, so the answer is 5 by 12. Okay, is it clear? And the next, the last example, I'll write how to subtract a proper fraction from a whole number. And for this, we'll do, okay, we can't write as in the case of addition. നമ്മൾ നേരത്തെ 2 plus 4 by 5, 2 4 by 5 എന്ന് എഴുതിയ പോലെ ഇത് എഴുതാൻ പറ്റൂല. And here it is 6 minus 3 by 5. We can write 6 as 6 by 1 minus 3 by 5. Then LCM of 1 and 5 is 5. Okay, then 5 divided by 1 is 5. 5 into 6. Minus 5 divided by 5 is 1. 1 into 3. So we'll get this as 5 6 are 30 minus 3 by 5 is equal to 27 by 5, and here it is 5 2 by 5. 5 2 by 5. 5 5s are 25 plus 2 27 by 5. And this much about the addition and subtraction of fractions. I think it is clear, and in the next episode we'll do multiplication and division of fractions. See you. Thank you for watching the video. Bye.